ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. കോഴിക്കോട് അത്തോളിയിൽ തീപിടുത്തം. വർക്ക്ഷോപ്പിലെ ഗ്യാസ് സിലിണ്ടറിനാണ് തീപിടിച്ചത്. കാറിന്റെ ഒരു ഭാഗം കത്തി നശിച്ചു എന്ന് മനസ്സിലാവുന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്നും വിവരങ്ങളുമായി ചേരുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. സമീർ, എന്താണ് സംഭവിച്ചത്? അവിടെ ഗ്യാസ് സിലിണ്ടറിന് എങ്ങനെ തീപിടിച്ചു എന്ന് വ്യക്തമായിട്ടുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? അല്പസമയം മുമ്പാണ് അത്തോളിയിൽ തീപിടുത്തം ഉണ്ടായത്. വർക്ക്ഷോപ്പിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അവിടെയുള്ള ഒരു ഗ്യാസ് സിലിണ്ടറിനാണ് അത് ലീക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് വളരെ വേഗത്തിൽ തീ പടർന്നു പിടിച്ചത്. തൊട്ടരികിലുണ്ടായിരുന്ന കാറിലേക്ക് അത് പടരുകയായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ അത് കെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ ആശ്വാസം നൽകുന്ന കാര്യം. 6 കാറുകളാണ് ഈ സമയത്ത് ഈ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണത്തിന്റെ ഒരു ഭാഗം ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റിടങ്ങളിലേക്ക് അത് പടരാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ അവിടെയുള്ള ജീവനക്കാരുടെയും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. നാട്ടുകാരുടെയും അതുപോലെ തന്നെ അത്തോളി പോലീസ് കൂടാതെ കൊയിലാണ്ടിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും എത്തിക്കൊണ്ടാണ് ഇപ്പോൾ തീ അണക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. 5 വാഹനങ്ങൾ അവിടെ നിന്ന് വളരെ വേഗത്തിൽ മാറ്റി എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഉണ്ടായിട്ടില്ല, ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതും ആശ്വാസം നൽകുന്നു. ഏതായാലും ഇപ്പോൾ ഒരു കാറിന്റെ ഒരു ഭാഗമാണ് കത്തിനത്തിലേക്ക് പോകാതിരിക്കാൻ അവിടെയുള്ളവരുടെ എല്ലാവരുടെയും ശ്രദ്ധയുണ്ടായി, ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.